പിണറായി വിജയന്റെ നവകേരള യാത്ര, ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി, ഇത് രണ്ട് വൻ പരാജയങ്ങളായിട്ടുള്ള പരിപാടികളാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അതായത് ഉത്തമ, നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ കഴിവുകേടിനെയല്ലേ ഈ രണ്ട് പരിപാടികളും സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോകുന്നു, പഞ്ചായത്തിൽ പോകുന്നു, കളക്ടറേറ്റിൽ പോകുന്നു, ഇവിടെയൊന്നും പോയിട്ട് നടപടിയില്ലാഞ്ഞിട്ടാണല്ലോ നമ്മൾ മെയിൻ ആൾക്കാരെ പോയി കാണുന്നത്, രാജാവ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിമാരെ പോയി കാണുന്നത്, ശരിയല്ലേ? അപ്പോൾ അതിനർത്ഥം എന്നാ? ഈ കണ്ട സ്ഥലങ്ങളിലൊന്നും പോയിട്ട് നമുക്ക് നടക്കുന്നില്ല, അവരൊന്നും കൃത്യമായിട്ട് പണിയെടുക്കുന്നില്ല. അപ്പോൾ അവർ കൃത്യമായിട്ട് പണിയെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? സർക്കാരിന്, അല്ലേ? അപ്പം നമ്മൾ ഇപ്പോൾ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ സംവിധാനം, പ്രൊഡ്യൂസർ, ഛായാഗ്രഹണം, എഡിറ്റിങ്, പാട്ട്, ലിറിക്സ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് പരിപാടി ഒരാൾ തന്നെ ചെയ്താൽ എങ്ങനെ ഇരിക്കും? കൊള്ളാവോ? ഇല്ലല്ലോ. അന്ന് പറഞ്ഞ പോലെ ഇതിനു വേണ്ടിയിട്ടല്ലേ ഓരോ ഓഫീസുകൾ വെച്ചിരിക്കുന്നേ, പഞ്ചായത്തുകളും പഞ്ചായത്ത് മെമ്പർമാരും അല്ലെ വില്ലേജും വില്ലേജ് ഓഫീസർമാരും, അങ്ങനെ ഓരോരോ ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ, പരിപാടി എളുപ്പമാക്കാണ്ട്. അല്ലാതെ ഈ കോടാനുകോടി ജനങ്ങളും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ പോയി കാണേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ശരിയല്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇതിങ്ങനെ സ്പ്ലിറ്റാക്കി ഓരോ ഓഫീസുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രാജാവ് നേരിട്ടിറങ്ങിയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. മറ്റുള്ളവരൊന്നും പണിയെടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ രാജാവിൻ്റെ കഴിവുകേടല്ലേ? പണിയെടുപ്പിക്കണം, ശരിയല്ലേ? ചുമ്മാ ശമ്പളം കൊടുത്തോണ്ടിരുന്ന വെച്ചാൽ മതിയോ? ഈ സർക്കാർ സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾ ഈ രാജാവിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ കഷ്ടപ്പെട്ട് ഈ വെയിലത്തും മഴയൊക്കെ കൊണ്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ? അതൊരു പരാജയമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, എന്തായാലും വിവരാവകാശം വഴി ഈ നവകേരള വഴി എത്ര പരാതികൾ വന്നു, അത് കഴിഞ്ഞിട്ട് എത്ര പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കി എന്ന് ഞാൻ എഴുതുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം.